وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين تابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى. എൻ്റെ സഹോദര സഹോദരിമാരെ, സദസ്സിലെ ശ്രോതാക്കളെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും എല്ലാം ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും റബ്ബിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കാൻ ഉപദേശിക്കുന്നു. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ കേൾക്കുന്ന ഉപദേശങ്ങൾ എന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കുവാനും ശ്രദ്ധ ചെലുത്തുക റബ്ബ് നമുക്ക് അതിനും തൗഫീഖും സഹായവും നൽകട്ടെ. സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ആല താലിബ് ചർച്ചക്കെടുത്തതായ സബ്ജക്റ്റ് നമ്മുടെ അനുശ്വര നേതാവായ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ച കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്നതായ കഷ്ടതകളിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സമാധാനം ലഭിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകാറുള്ളതായ ആ പ്രത്യേക ശിക്ഷണങ്ങളെ കുറിച്ചും ആ ശിക്ഷണങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പുള്ളതായ ഉമ്മകളിൽ പ്രത്യേകിച്ച് നബിമാരിൽ ഈ ദഅവത്തുമായി നടന്ന വേളയിൽ, ഈ ദഅവത്ത് പ്രചരിപ്പിക്കാൻ ആരംഭിച്ച വേളയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നതായ കഷ്ടതകളെ, യാതനകളെ, വേദനകൾ, മർദ്ദനങ്ങൾ എല്ലാം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമാധാനിപ്പിക്കുവാനും അവർക്ക് പ്രചോദനം നൽകുവാനും അവർക്ക് അറബി ഭാഷയിലുള്ളതായ തശ്ശീർ ഉണ്ടാക്കി കൊടുക്കുവാനും അവരുടെ വീര്യം ഉയർത്താനും വേണ്ടിയാണ് എന്ന കാര്യങ്ങളെ കുറിച്ച് ആയിരുന്നു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അഥവാ ഡോക്ടർ ആല താലിബ് മക്കയിൽ താഹ സൂറത്തിന്റെ മിക്ക ഭാഗങ്ങളിലേക്ക് സൂചന നൽകി സംസാരിക്കുകയുണ്ടായി. കാരണം മക്കയിൽ ഇറങ്ങിയതായ സൂറത്തുകളിൽ പെട്ടതാണ് താഹ. ആ താഹ സൂറത്തിലൂടെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ദഅവത്ത് മേഖലയിൽ അനുഭവിക്കേണ്ടി വരുന്നതായ കഷ്ടതകൾ അത് നിങ്ങൾക്ക് പുത്തനല്ല, പണ്ട് തന്നെ നബിമാർ അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് സമാധാനിപ്പിച്ച ശൈലി അവിടെ ഊന്നിപ്പറയുകയും ചെയ്തു. അല്ലാഹു തുടങ്ങിയത് തന്നെ താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, നിങ്ങൾക്ക് ഈ ഖുർആൻ നാം ഇറക്കി തന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ ആ ഖുർആനിലൂടെ നേടുവാനും സമ്പാദിക്കുവാനും ഉയരുവാനും ആ ഖുർആനിനെ ലോകവ്യാപകമാക്കുവാനുമുള്ളതായ അള്ളാഹുവിന്റെ മുൻ തീരുമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഷഖിയാണ് എന്ന അവരുടെ ധാരണ തെറ്റാണ്. നിങ്ങൾ ഇതിലൂടെ പരാജയപ്പെട്ടു എന്നോ, നിങ്ങൾ ഇതിലൂടെ ഭിന്നിപ്പുണ്ടാക്കിയെന്നോ, നിങ്ങൾ ഇതിലൂടെ ജനങ്ങളുടെ ഇടയിൽ അവരെ അർപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നോ, അവരെ നിങ്ങളെ ആക്ഷേപിക്കുന്നത് പോലെ അല്ല സംഭവം. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, നേരെ മറിച്ച് ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശാ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന, അല്ലാഹുവിന്റെ കഴിവുകൾ പറയുന്ന അങ്ങനെയുള്ള സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് യഥാർത്ഥത്തിൽ അത് പാഠമാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹുവിന്റെ പ്രത്യേകതകളും അല്ലാഹുവിന്റെ ആ ബഹുമതിയും അല്ലാഹുവിന്റെ ഇസ്സത്തും എല്ലാം ഊന്നി പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കഴിവുകൾ മനസ്സിലാക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ അത് തന്നെ അവർക്ക് മതി, അത് അവരെ പ്രേരിപ്പിക്കും എന്ന് മക്കക്കാരാണെങ്കിൽ
അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മക്കക്കാരോടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ ആദ്യമായി സംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നിഗമനമനുസരിച്ച് അവർക്കറിയാം അള്ളാഹു അവനാണ് ഷിട്ടാവ്, അവനാണ് രക്ഷിതാവ്, അവനാണ് ഭക്ഷണം ഇറക്കുന്നത്, അവനാണ് മഴ ഇറക്കുന്നത്, അവനാണ് ആകാശഭൂമി സൃഷ്ടിച്ചത്. ഇതെല്ലാം അവർക്കറിയാം. അതിലവർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് ഖുർആൻ തന്നെ 10-13 സ്ഥലത്ത് അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ ഈ ഭൂമിയെ ആകാശത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി അള്ളാഹുവാണ് എന്നാണ്. അങ്ങനെ കേറി പറഞ്ഞ് പിന്നെ അവരോട് ചോദിക്കാൻ പറഞ്ഞു, മൻ ഖലഖക്കും, നിങ്ങൾ ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് എന്ന്. ഇതെല്ലാം അള്ളാഹ് സ്ഥിരീകരിച്ച യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ വിഷയം ചർച്ചക്കെടുക്കേണ്ട വിഷയമല്ല, അവർക്ക് വിശ്വാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ കഴിവുകൾപ്പെട്ടതാണ് നിങ്ങൾ പരസ്യമാക്കിയാലും രഹസ്യമാക്കിയാലും നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ സർവ്വവചനങ്ങളെ, സർവ്വപദങ്ങളെ, സർവ്വവാക്കുകളെ, സർവ്വപ്രവർത്തനങ്ങളെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ് അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഇതുവരെ ജീവിച്ച ജീവിതം മാറ്റണം, ജീവിത രീതി മാറ്റണം, വിശ്വാസ രീതി മാറ്റണം. അതെന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങൾ ചെയ്തതുപോലെ 360 ബിംബം കയറ്റി വെച്ച് കഅബത്തിന്റെ അകത്ത് കഅബയെ മലിനപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെ മലിനപ്പെടുത്തി നിങ്ങൾ അല്ലാഹുവിന്റെ കഴിവുകൽപ്പിനെ അംഗീകരിക്കുന്നതോടുകൂടി വിശ്വസിക്കുന്നതോടുകൂടി നിങ്ങൾ ആ അല്ലാഹുവിനല്ല ആരാധന സമർപ്പിച്ചത്, ആ അല്ലാഹുവിനോട് മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥിച്ചത്, ആ അല്ലാഹുക്ക് മാത്രമല്ല നിങ്ങൾ നേർച്ച അർപ്പിച്ചത്, ആ അല്ലാഹുക്ക് മാത്രമല്ല നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചത് എന്നതുകൊണ്ട് നിങ്ങൾ ആ രീതി മാറ്റണം, ആ വിശ്വാസം മാറ്റണം. അതുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന, മെച്ചപ്പെട്ട പേരിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആരാധിക്കാൻ പറ്റിയ ഇലാഹ് വേറെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ആ മജ്ജ സ്ഥാപിച്ചതിന്റെ ശേഷമാണ് റസൂലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മൂസ നബി അലൈഹിസ്സലാമിന്റെ ഹിസ്റ്ററി അവിടെ നിരത്തി വെച്ചത്. വഹൽ അതാക നബഅ മൂസ, നിങ്ങൾക്ക് മൂസയുടെ വാർത്ത ഹദീസ് മൂസ, വഹൽ അതാക ഹദീസ് മൂസ, നിങ്ങൾക്ക് മൂസയുടെ വാർത്ത എത്തിയിട്ടില്ലേ? മൂസ നബി അലൈഹിസ്സലാം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതായ നിങ്ങളെപ്പോലത്തെ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു മഹാനേതാവായിരുന്നു. ആ നേതൃത്വത്തെ കുറിച്ച് ഖുർആനിൽ 70ഓളം തവണ അവരുടെ ചരിത്രം തന്നെ മടക്കി പറഞ്ഞതായ ഒരു നേതാവാണ് നമുക്കറിയാവുന്നതുപോലെ. അതുകൊണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാം അനുഭവിച്ച കഷ്ടതകൾ, യാതനകൾ, വേദനകൾ, മർദ്ദനങ്ങൾ ദഅവത്ത് മേഖലയിൽ എത്രയായിരുന്നു എന്നത് മഹാനായ റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ്? റസൂലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു തന്നെ പറഞ്ഞതുപോലെ, ഇന്ന് മക്ക ഇമാം ഉണർത്തിയതുപോലെ, വലഖദ് നഅലമു അന്നഹു യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, നിനക്കറിയാം, നമുക്കറിയാം ആര് അല്ലാഹുവിന്. എന്ത്? നിങ്ങൾ അവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയം ഇടുങ്ങുന്നുണ്ട്, നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് പലതും തോന്നുന്നുണ്ട്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തെ ഇങ്ങനെ വീക്ഷിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുന്ന വേളയിൽ ആ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിന്റെ അകത്ത് അലതല്ലുന്ന കാര്യം രഹസ്യ പരസ്യം അറിയുന്ന റബ്ബ് അവിടെ ഉണർത്തുകയാണ്. എനിക്കറിയാം നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് എന്ന കാര്യം. എന്നാൽ നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടോ? മൂസയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അവരെ ഈ മതത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി, ഈ മതത്തെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാസൈന മരുഭൂമിയിലുള്ളതായ തൂർ പർവ്വതത്തിലേക്ക് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്ത് അനുസരിച്ച്, അവന്റെ രീതി അനുസരിച്ച്, അവനിട്ട പ്ലാനിംഗ് പരിപാടി അനുസരിച്ച് അവിടെ നിന്ന് ഫറോവയുടെ ആക്രമണത്തിൽ രക്ഷപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? തൂർസൈനയിലേക്ക് കുതിക്കുകയും ചെയ്തു മഹാനായ മൂസ നബി അലൈഹിസ്സലാം. എന്നിട്ട് അല്ലാഹു തുടർന്നു, ഫലമ്മാ അതാഹാ, വളരെ ഷോർട്ടാക്കുന്നു, കാരണം സൂറത്തു ത്വാഹ വളരെ നീണ്ടതാണ്. അറബി ഭാഷയിൽ പറയുമ്പോൾ വളരെ എളുപ്പമാണ് പറയാൻ. മലയാളീകരിക്കുമ്പോൾ ഒരു രണ്ട് ലൈന് മാത്രം അറബിയെ മലയാളീകരിക്കുമ്പോൾ ഒരു പേജ് എഴുതേണ്ടി വരുന്നു. 2 ലൈന് മാത്രം അറബി ഭാഷയെ മലയാളീകരിക്കുമ്പോൾ എത്ര എഴുതേണ്ടി വരുന്നു? ഒരു പേജ് എഴുതേണ്ടി വരുന്നു. അതാണ് മലയാള ഭാഷയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളത്തിൽ പെട്ടെന്ന് ഇന്ന് മക്ക ഇമാമ് പറഞ്ഞു തീർത്തതുപോലെ തീർക്കാൻ പറ്റുന്നതല്ല. നമുക്ക് മദീന ഇമാമ് സൂചിപ്പിച്ചതായ പ്രധാന പോയിന്റിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന നിങ്ങൾ, ആഴ്ച തോറും കേൾക്കുന്ന നിങ്ങൾ, ഇതുപോലെ വാട്സാപ്പിൽ കൂടി പണ്ഡിതന്മാരിലൂടെ, പ്രബോധകന്മാരിലൂടെ ഖുതുബയുടെ തന്നെ പരിഭാഷകളും എല്ലാ ആഴ്ചകളിലും എല്ലാ ക്ലാസ്സുകളിലും കേട്ട്
രീതി മാറ്റണം. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ചപ്പോൾ മക്കയിലുള്ളതായ വിഭാഗം ഈ ദഅവത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നില്ല ബഹുഭൂരിപക്ഷം എന്ന് കണ്ടപ്പോൾ അവര് ജീവിത രീതി മാറ്റാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് നാട് വിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത രീതി മാറ്റുന്നതിന്റെ മുമ്പിൽ ഞാൻ ജീവിച്ച രീതി അങ്ങനെയായി പോയി, ഞാൻ എന്റെ ചുറ്റുപാട് അങ്ങനെയായി പോയി, എന്റെ അന്തരീക്ഷം അങ്ങനെയായി പോയി, എന്റെ നാട്ടുകാർ ബഹുഭൂരിപക്ഷം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നീ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നീ അല്ലാത്തവരെ പൂജിക്കുന്ന, നീ അല്ലാത്തവരെ ആരാധിക്കുന്ന, നീ ഇറക്കിയതായ മതത്തെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കാത്ത ആ മനുഷ്യ നിർമ്മിതമായ അല്പബുദ്ധി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കിയതായ ആ ശാസ്ത്രങ്ങളെ, ആ തീരുമാനങ്ങളെ ആയിരുന്നു അവരുടെ ജീവിതത്തിൽ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങള് വളരെ പ്രയാസപ്പെട്ട് അവിടെ ജീവിക്കേണ്ടി വരുമായിരുന്നു. അവരെ പോലെ ജീവിച്ചില്ലെങ്കിൽ, അതേസമയത്ത് അവരെ പോലെ ആ ബഹുഭൂരിപക്ഷത്തിന്റെ വേഗത്തിൽ കൂടിയപ്പോൾ ഒരു പ്രയാസമില്ല. പക്ഷെ ഈ ഭൂമിയിലാണ് നിങ്ങൾക്ക് പ്രയാസമില്ലാത്തത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ, ഈ ഭൂമിയിലാണ് നിങ്ങൾക്ക് ബഹുഭൂരിപക്ഷമാണെന്ന് തോന്നിപ്പോകുന്നത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ, ഈ ഭൂമിയിലാണ് നിങ്ങൾക്ക് വിജയമെന്ന് തോന്നിപ്പോയത്. അള്ളാഹു അല്ലാത്ത ആ ശക്തികളെ കാട്ടിക്കുന്ന, മുദ്രിക്കുന്ന വ്യക്തികളെ, വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിനെ തരം താഴ്ത്തിയപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ താൽക്കാലിക ഈ നൈമിഷിക ജീവിതത്തിൽ മാത്രം തോന്നിക്കാണും ഞങ്ങളിപ്പോൾ അന്തസ്സിലാണ്, ഞങ്ങളിപ്പോൾ സത്യത്തിലാണ്, ഞങ്ങളുടെ കൂടെ ഒരു ഭൂരിപക്ഷമുണ്ട്, ഞങ്ങളുടെ കൂടെ സ്റ്റേജുകളുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കാണും. അത് യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ തരം താഴ്ത്തിയത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു ഉമ്മകൾക്കുള്ളതായ അതേ ശിക്ഷയ്ക്ക് നിങ്ങൾ അർഹരായി മാറിയിട്ടുണ്ട്. അള്ളാഹു നിങ്ങളെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? റസൂലിന്റെ പ്രാർത്ഥനയാണ് എന്റെ ഉമ്മത്തുകളെ, അത് എല്ലാ ഉമ്മത്തുകൾ, ദഅവത്തെത്തിയ ഉമ്മത്തുകൾ, ഇസ്തിജാബത്തെത്തിയ ഉമ്മത്തുകൾ, എല്ലാ ഉമ്മത്തുകൾ, അഥവാ റസൂൽ വന്ന ശേഷം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാശി, ആ സകലം അവരെ നീ ഒന്നടങ്കം ശിക്ഷിക്കരുത്, അവരെ നീ ഒന്നടങ്കം ശിക്ഷിക്കരുത്, ആ ശിക്ഷിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ നീ ഇറക്കരുത് എന്ന ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചത് കൊണ്ടാണ് ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്ത ബിംബങ്ങളെ, വസ്തുക്കളെ, വ്യക്തികളെ, ഖബറുകളെ എല്ലാം ഖബറിന്റെ അടുക്കൽ സിയാറത്ത് ചെയ്യുന്നതിന് പകരം ഖബറിന്റെ അടുക്കൽ എന്താണ് ഇപ്പോൾ കാട്ടുന്നത്? ശരിക്കും പൂജയാണ്. വാട്സാപ്പിൽ കൂടിയൊക്കെ വാർത്തകൾ കാണുമ്പോൾ ഞാൻ വളരെ ഞെട്ടുന്നു, ഞാൻ വളരെ ഖേദിക്കുന്നു. ഞാൻ കേരളത്തോട് വിട വാങ്ങിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 47 വർഷമായെങ്കിലും 33 വർഷമായി കേരളം കണ്ടിട്ടില്ലെങ്കിലും കേരളത്തിൽ ഞാനുള്ള കാലഘട്ടത്തിൽ ഖബറിലേക്ക് സുജൂദുകൾ കാണാറുണ്ടായിരുന്നില്ല, ഖബർ ചുംബനങ്ങൾ ഇന്ന് കാണുന്ന രൂപത്തിൽ കാണാറുണ്ടായിരുന്നില്ല. അതേ സമയത്ത് കേരളത്തിൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ പഠിപ്പിക്കുന്നതായ പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കുന്ന വേളയിൽ തന്നെ ഫത്ഹുൽ മുഈനിൽ അടക്കം, ഗസാലി എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ പണ്ഡിതന്റെ ഗ്രന്ഥങ്ങളിൽ അടക്കം ഞങ്ങൾ ചെറുപ്പത്തിലെ ആരാനെ ചൂർന്നിട്ട് മുസ്ലിമായിരുന്ന കാലഘട്ടത്തിൽ പള്ളിദർസിൽ പഠിച്ചപ്പോൾ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ, അവിടെ അവർക്ക് വേണ്ടി അവരോട് സലാം പറയുക എന്നല്ലാതെ അത് തൊട്ടു ചുംബിക്കൽ ഗസാലിയുടെ വാക്കാണ്, ഗസാലി ഇമാമിന്റെ വാക്കാണ്. അദ്ദേഹം പറയുന്നു, ലൈസ മിന സുന്നതി അൻ തതമസ്സഹ ബിൽ ജിദാരി വലാ അൻ തുഖബ്ബില ഇന്നമാ ദാലിക മിൻ അഅമാലിൽ യഹൂദി വൻ നസാറ. ഞങ്ങൾ ആരാനെ ചൂർന്നിട്ട് ഗസാലി ഇമാമിന്റെ കിതാബാണെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിദർസിൽ നിന്നിട്ട് പഠിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്, സുന്നത്തിൽ പെട്ടതല്ല. അഥവാ സുന്നികൾ ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് സുന്നത്തിൽ പെട്ടതല്ല എന്ന വാക്കിന്റെ അർത്ഥം. സുന്നത്തിൽ പെട്ടതല്ല. ലൈസ മിന സുന്നതി അൻ തതമസ്സഹ ബിൽ ജിദാരി, നിങ്ങൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവിടെയുള്ള തൂണുകളെ, ചുമരുകളെ, മതിലുകളെ തൊട്ടി ചുംബിക്കുക എന്നത്, അല്ലെങ്കിൽ മീസാൻ കല്ലുകളെ, ഇന്നമാ ദാലിക അവകൾ മിൻ അഅമാലിൽ യഹൂദി വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളുടെ ക്രിയയാണ്, പ്രവർത്തനമാണ്, അത് നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പണ്ട് തന്നെ പള്ളിദർസുകളിൽ ഞങ്ങൾ ഓതാറുള്ള കാര്യമായിരുന്നു. അങ്ങനെയുള്ളതായ കാലഘട്ടത്തിലാണ് ഞാൻ കേരളത്തോട് വിട വാങ്ങിയത്. ആ കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ ഈ യുഗത്തിലൊക്കെ കാണുന്ന വാട്സാപ്പിൽ കൂടിയുമല്ല കാണുന്നതായ ദയനീയ കാഴ്ചകൾ, സുജൂദുകൾ, റുകൂഉകൾ, ഡാൻസുകൾ, ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞ ഡാൻസ് ആണ്. ഇങ്ങനെയുള്ളതായ പൈശാചിക ശല്യവും എന്ന് മാത്രമല്ല പ്രഹസന ശൈലിയും പ്രഹസന രീതിയും ഇബാദത്ത് എന്തോ ആക്കി മാറ്റി. അള്ളാഹ് ഇവിടെയുള്ള സത്യനിഷേധികളെ കുറിച്ച് പറഞ്ഞതുപോലെ അവരുടെ ഇബാദത്തുകളെ അവരെന്ത് ആക്കി? ലഹ്വൻ വലഇബാ, പന്താടി. അതാണ് ലഹ്വുൽ ലഇബ് എന്ന് പറഞ്ഞാൽ. ഡാൻസ് ആടുക, ബാൻഡ് അടിക്കുക, ഇതൊക്കെയാണ് ദീൻ. അങ്ങനെ ദീനിനെ അവർ പന്താടി കളഞ്ഞു എന്ന ശൈലിയിലേക്ക് എത്തി. അങ്ങനെയുള്ളതായ ശൈലി മക്കക്കാരിലുള്ള കാലഘട്ടത്തിലാണ്
മൂസ തൂറിലേക്ക് വന്നപ്പോൾ വിളിക്കപ്പെട്ടു മൂസ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ എന്നിട്ട് മഹാനായ മൂസ ലോകത്തിൽ ജീവിച്ചവരിൽ ആദം മുതൽ അന്ത്യം വരെ ജീവിക്കുന്നവരിൽ അള്ളാഹുവിന്റെ ശബ്ദം നേർക്കുനേരെ കേട്ടതായ ഏക വ്യക്തിത്വമാണ് നമ്മുടെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഭൂമിയിൽ നിന്ന് നേരിട്ട് ശബ്ദം കേട്ട മൂസ മാത്രമാണ്. മറ്റാർക്കും അള്ളാഹ് ശബ്ദം കേൾക്കാൻ സാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ശബ്ദം അള്ളാഹുവിൽ നിന്നിട്ട് നേരിട്ടിട്ട് ഇവിടെ കിടക്കുന്ന ഇവിടെ നമസ്കരിച്ചവരാണെന്ന് ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്ന നമ്മുടെ കണ്ണിലുണ്ണിയായ നിഷേധ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ ശബ്ദം കേട്ടിരുന്നു. എവിടുന്ന്? വാനലോകത്തിൽ നിന്നിട്ട് മിഅ്റാജിന്റെ രാത്രിയിൽ. എന്നല്ലാതെ ഭൂമിയിൽ നിന്നിട്ട് കേട്ടത് ആര് മാത്രമാണ്? മൂസ മാത്രമാണ്. അതുകൊണ്ട് ആണ് മൂസയുടെ പേര് അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേക നാമം നൽകപ്പെട്ടത് അവർക്ക്. എന്ത്? അള്ളാഹുമായി സംസാരിച്ച വ്യക്തി. അള്ളാഹു പറയുന്നു, ഇന്നി അന റബ്ബുക, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, നിങ്ങളുടെ നേതാവാണ്, നിങ്ങളുടെ ശിട്ടാവാണ്, നിങ്ങളുടെ എല്ലാം സമർപ്പിക്കേണ്ടതായ റബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെരുപ്പഴിക്കുക. ഇത് ശുദ്ധിയുള്ള കേന്ദ്രമാണ്, ശുദ്ധിയുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ മലിനങ്ങളൊക്കെ ദൂരപ്പെടുത്തണം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളിലേക്ക് ഞാൻ ഇറക്കുന്നതായ വഹയിനെ. എന്താണ് വാർത്ത? ഇന്നനീ അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, ഞാനാണ് സർവ്വരോഗ രക്ഷിതാവായ ഈ പ്രപഞ്ചത്തെയും എല്ലാം സൃഷ്ടിച്ചവനായ ആരാധിക്കാൻ അർഹപ്പെട്ടവനായ റബ്ബ് ഞാനാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധിക്കാൻ അർഹപ്പെട്ട ആളില്ല. നിങ്ങൾ വന്നതായ നിങ്ങളുടെ നാട്ടിൽ കേട്ടതായ ഫറോവയല്ല, അതുപോലെയുള്ള ഏത് ഫറോവകളും പറഞ്ഞു നടന്നാൽ അതൊന്നും എന്തല്ല, ദൈവം അല്ലേ അല്ല, അല്ലാഹു അല്ലേ അല്ല, മറിച്ച് ഫഅബ്ദുനീ, എന്നെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിങ്ങനെ കഥ കേട്ടാ പോരല്ലോ. മക്കായി മാമ പറഞ്ഞു, ശരി തന്നെ, റസൂലുള്ളാഹിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ശൈലിയാണ്. പക്ഷെ നാം ഇന്ന് പഠിക്കേണ്ട പാഠം എന്താണ്? മൂസയോട് നബിമാരോടെല്ലാം പറയുന്നത് പോലെ അല്ലാഹ് ആദ്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ രണ്ട് പ്രധാന പോയിന്റാണ്. അതെന്താണ്? ഒന്ന്, നിങ്ങൾ എന്നെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. രണ്ട്, നിങ്ങൾ നമസ്കരിക്കണം. ആദ്യത്തത് ചെയ്താലും ചെയ്യുന്നവർ കുറവാണ്. ഇപ്പോൾ ബഹുഭൂരിപക്ഷം ചെയ്യുന്നില്ല. നിങ്ങളെ കുറിച്ചല്ല. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷം ആദ്യത്തെ പോയിന്റ് തന്നെ എന്ത് ചെയ്തു? എതിർത്തു. മദീന ഇമാമ് തുടക്കത്തിൽ പറഞ്ഞു, ആദ്യത്തെ ഈ പോയിന്റ് മുസ്ലിം ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാശികൾ നടപ്പാക്കാത്തത് കൊണ്ടാണ് അള്ളാഹിന്റെ കോപം ഇറങ്ങാൻ ആരംഭിച്ചത്, അള്ളാഹു പരിശോധിക്കാൻ ആരംഭിച്ചത്, അള്ളാഹ് പരീക്ഷിക്കാൻ ആരംഭിച്ചത്. ഇവിടെ ലഭിക്കുന്ന പരിശോധനകൾ ആ വിശാലമായ പരലോകത്തിൽ വരാൻ പോകുന്ന ഭീമമായ ആ ശിക്ഷ അല്ല, ഇവിടെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ. ഇത് ചെറിയ, ഞാൻ പറയാറുള്ളത് പോലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് ഡിന്നർ വേറെ ലഭിക്കും അവിടെ. എപ്പോൾ നിങ്ങൾ ഈ രൂപത്തിലാണ് ജീവിച്ചു മരിക്കുന്നതെങ്കിൽ അപ്പോൾ എന്താ ആ ഭയാനകമായ ശിക്ഷ അത് വേറെയുണ്ട്. എന്തിനാണ്? അവർ ചിന്തിക്കാൻ, പഠിക്കാൻ, ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ, സത്യത്തിലേക്ക് മടങ്ങാൻ. ഇവിടെ അല്ലാഹു പറയുന്നു, ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി, നിങ്ങൾ നമസ്കരിക്കുക എന്നെ സ്മരിക്കാൻ വേണ്ടി. നാം കച്ചവട തിരക്കിൽ, ബിസിനസ് തിരക്കിൽ, വ്യാപാര തിരക്കിൽ, അല്ലെങ്കിൽ നാം ചെയ്യുന്നതായ ജോലി തിരക്കിൽ, അത് അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ, ഭാര്യമാരുടെ കൂടെ, അങ്ങനെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം നാം ഭൗതിക നേട്ടങ്ങളിൽ, ഭൗതിക സമ്പാദ്യങ്ങളിൽ, ഭൗതിക നൂലാമാലകളിൽ ഇങ്ങനെ നാം തിരക്കിൽ പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കാറുള്ളതായ ഒരു മാർഗത്തിന്റെ പേരാണ് എന്ത്? നമസ്കാരം. അതുകൊണ്ടാണ് ദിക്രി, എന്നെ സ്മരിക്കാൻ, എന്നെ ഓർക്കാൻ. നിങ്ങൾ കടയിൽ എന്നെ ഓർക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് ഭാര്യമാരുടെ കൂടെ എന്നെ ഓർക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്നെ ഓർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? അഖ്മിസ്സലാത്ത, നമസ്കാരം നിലനിർത്തണം, ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി. മുഖ്യമായ ഒരു പോയിന്റ് ഉണ്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതെന്താണ്? ലോകത്തോട് പറഞ്ഞ പോയിന്റാണത്. ഈ ലോകം അന്ത്യം കുറിക്കുന്ന ദിവസം വരാൻ പോകുന്നുണ്ട്. അത് വരിക തന്നെ ചെയ്യും. പക്ഷേ എപ്പോഴാണ് എന്നത് ഞാൻ
മറച്ചുകൊണ്ടേയിരിക്കുന്നു, അവ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്തിനാണ് ആ ദിവസം? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഇവിടെ ജീവിച്ച സർവ്വ നഫ്സ് എന്ന് പറയുമ്പോൾ ശ്വാസം കടിക്കുന്ന സർവ്വതും നഫ്സിൽ പെട്ടു. അതുകൊണ്ട് തന്നെ പരലോക വിചാരണയിൽ പെടുന്നവരാണ് ആര്? ജിന്നുകൾ, മനുഷ്യന്മാർ മാത്രമല്ല, മനുഷ്യന്മാരെ പോലെ തന്നെ ജിന്നുകളും. എന്ന് മാത്രമല്ല, നാൽക്കാലികളിൽ നിന്നിട്ട് കൊമ്പുള്ളതായ നാൽക്കാലി ഇവിടെ കൊമ്പില്ലാത്ത നാൽക്കാലിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്രമിക്കപ്പെട്ടതായ ആ നാൽക്കാലിക്ക് കൊമ്പ് നൽകിയിട്ട് ആക്രമിച്ചതായ ആ നാൽക്കാലിയോട് പകരം ചോദിപ്പിക്കുമെന്ന് ജീവിതത്തിൽ കുളം പറയാത്ത നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ എല്ലാവർക്കും എന്ത് ചെയ്യേണ്ടി വരും? നഫ്സിന് പകരം വീട്ടേണ്ടി വരും. അങ്ങനെയുള്ള ദിവസമാണ് ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുമിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. അതുകൊണ്ട് ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്ത ആ വിഭാഗം ഒരിക്കലും വിലങ്ങ് തടിയായി മാറരുത്. റസൂലിന് പഠിപ്പിക്കുന്നതാണ്. മൂസയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾക്കാർ കൂട്ടത്തോടുകൂടി നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചാൽ, കൂട്ടത്തോടുകൂടി നിങ്ങൾ കൊണ്ടുവന്ന ആ ആദർശത്തിന് എതിർ നിന്നാലും നിങ്ങൾ അതൊന്നും വില വെക്കരുത്, കൂട്ടാക്കരുത്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെ ഉണ്ട് വരാൻ പോകുന്നത് പോലെ. പിന്നെ എന്താണ് സംഭവിച്ചത്? ഞാൻ ഷോർട്ടാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് അവിടെ പോകുമ്പോൾ അവർക്ക് പ്രയാസമുണ്ടാകും. കാരണം അന്ന് ജീവിച്ച പരാക്രമികളിൽ പേരെടുത്ത വ്യക്തിയാണ് ആര്? ഫറോവ. അസാധാരണ അക്രമമാണ് അവർ അഴിച്ചുവിട്ടിരുന്നത്. പുരുഷന്മാരെ മുഴുവൻ വധിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വധിക്കുന്ന വെറും 500,000 പോയപ്പോൾ തന്നെ നമ്മൾ ബേജാറായി. ഇത് മനുഷ്യനെ തന്നെ വധിക്കപ്പെടുന്ന ചുറ്റുപാടാണ്, അന്തരീക്ഷമാണ്. മനസ്സിലായില്ലേ? എവിടെ? ഈജിപ്തിൽ നടക്കുന്നത്. അങ്ങനെയുള്ള ഫറോവ വാദിക്കുന്നതും ഞാനാണ് ദൈവം എന്നതാണ്. അങ്ങനെയുള്ള പരാക്രമണ മുമ്പിലാണ് പോകുന്നത്. അപ്പോൾ മഹാനായ മൂസ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ നൽകുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആ ദൃഷ്ടാന്തങ്ങൾ നൽകിയതിന് ശേഷം അതിന് നൽകിയത് മാത്രമല്ല, ട്രെയിനിങ് നൽകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ട്രെയിനിങ്ങിലോ നൽകുന്നു. ആ വടി എവിടെ ഇടും, വടി ഓടുന്നു, അതിനെ പിടിക്കുന്നു, എന്നിട്ട് വീണ്ടും മടക്കേണ്ട രൂപങ്ങൾ. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ ഫറോവയുടെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാട്ടേണ്ടത് എന്ന് പഠിപ്പിക്കും പോലെ അതെല്ലാം ട്രെയിനിങ് നൽകിയതിന്റെ ശേഷം എന്നിട്ട് മഹാനായ മൂസയോട് റബ്ബ് പറയുന്നു, ഇദ്ഹബ് ഇലാ ഫിർഔന, നിങ്ങൾ ഫറോവയുടെ അടുക്കിലേക്ക് ചെല്ലണം. ഇതുവരെ മുമ്പ് അതിലെ എടുക്കാൻ പോകേണ്ടത് എന്താ കാട്ടേണ്ടത്? ഇപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ ആ മഹാശക്തനായ ഫറോവയുടെ അടുക്കിലേക്ക് ചെല്ലണം. മനുഷ്യനെ അപേക്ഷിച്ചാണ് ശക്തൻ, അള്ളാഹ് ശക്തി അല്ലേ, മനുഷ്യശക്തി. അതുകൊണ്ട് ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, അവൻ പരാക്രമിയായ മനുഷ്യനാണ്, അവന്റെ അടുക്കൽ പോകണം. അപ്പോൾ മഹാനായ മൂസ ഞെട്ടിയെ, ഞാൻ ഫറോവയുടെ അടുക്കൽ ചെല്ലാനോ? എനിക്കതിന് ത്രാണമുണ്ടോ? എനിക്കതിന് കഴിവുണ്ടോ? എനിക്കതിന് കഴിവുണ്ടോ? ഇതൊക്കെ മൂപ്പരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉദിച്ചു വന്നു. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കേണ്ടത് അള്ളാഹിനോടാണെന്ന് പഠിച്ച മഹാനായ മൂസ ചോദിക്കുന്നു റബ്ബിനോട്, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വയസ്സിർ ലി റബ്ബി ഇശ്റഹ് ലി സദ്രി. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പോകാൻ പറ്റൂല, എനിക്ക് പേടിയാണ് എന്നതല്ല പറഞ്ഞത്. മറിച്ച് എനിക്ക് അവിടെ പോകുന്ന സന്ദർഭത്തിൽ ദഅവത്തിന് അനിവാര്യമായ റസൂലിനോട് പറയും പോലെ, റസൂലിനോട് പഠിപ്പിക്കും പോലെ നിങ്ങൾക്ക് പ്രാർത്ഥനകളൊക്കെ അള്ളാഹ് ചോദിച്ചുകൊണ്ടേയിരിക്കാം. നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു നീക്കിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ തന്നെ സൂറത്തുൽ ദുഹയാണ് അല്ലേ, ദുഹയിലാണ്. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വല്ലാഹു ഖദറ ലക മിനൽ ഉലാ വലസൗഫ യുഅതിക റബ്ബുക ഫതർളാ അലം യജ്ദിക യതീമൻ ഫആവ വവജദക ضالا فهدى وجدك عائلا فأغنى فأما اليتيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك. അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ വീര്യം പൊക്കാൻ വേണ്ടി പ്രബോധകന്മാരെ കഥ കേട്ടിട്ട് കാര്യമില്ല. ഞാൻ കഥ പറയുന്നിരുന്നു പണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പൊക്കെ ഇവിടെ നടന്ന ക്ലാസ്സുകളൊക്കെ ഹിസ്റ്ററികളും കഥകളുമായിരുന്നു. പിന്നെ ഞാനത് ഷോർട്ടാക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ഒരു 10 കൊല്ലം ഇങ്ങോട്ടുള്ള സീഡികളും കേസുകളും പരിശോധിച്ചാൽ കഥകൾ കുറവാണ് എൻ്റെ സീഡികളിൽ. പഴയ കാലഘട്ടത്തിൽ കഥകൾ നീട്ടി പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കഥകളുടെ ആവശ്യമില്ല. ഇപ്പോൾ തിരക്കുള്ള യുഗമാണ്, അതിർത്തി പിടിച്ച യുഗമാണ്, ഈ അജലത്തിന്റെ യുഗമാണ്. ഈ അജലത്തിന്റെ യുഗത്തിൽ വാട്സാപ്പ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ്. റബ്ബി ഇശ്റഹ് ലി സദ്രി. നമുക്ക് ഹൃദയം വിശാലതയുള്ള ഹൃദയമായ മാറണം. മക്ക ഇമാമ എന്തേ അങ്ങനെ ഇന്ന് ഉണർത്തിയ ആല താലിബ്? അത് ഇന്ന് വിശാലതയുള്ള ഹൃദയത്തിന്റെ ഉടമകൾ മുസ്ലിങ്ങൾ എന്നിട്ട് പലരും പ്രത്യേകിച്ച് തൗഹീദിന്റെ ദഅവത്തുമായി ഇറങ്ങുന്നവരുടെ ഹൃദയം കുടുസാവാൻ പാടില്ല. കുടുസായതുകൊണ്ട് പറയല്ല, കുടുസാവാൻ പാടില്ല. തൗഹീദിന്റെ ദഅവത്തുമായി ഇറങ്ങുന്നവർ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ശൈലി ദഅവത്ത് നടത്താൻ പാടില്ല. കഴിവിന്റെ പരമാവധി നബിമാരുടെ ദഅവത്ത് നടത്താൻ തീരുമാനിച്ചാൽ, നമ്മുടെ നേതാക്കൾ ഫിറ്റാക്കിയ ശൈലി ഫിറ്റാക്കാൻ തീരുമാനിച്ചാൽ, ആ സഹാബാക്കളുടെ ജീവിത രീതി ഫിറ്റാക്കാൻ തീരുമാനിച്ചാൽ എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹ് ഈ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഹിസ്റ്ററിയോട് പഠിപ്പിച്ചതുപോലെ ലീന് വേണം, റിഫ്ഖ് വേണം, വിനയം വേണം. കട്ടികൂടാൻ പാടില്ല ദഅവത്തിന്റെ ശൈലി. പറയുന്നത് പറയാതിരിക്കാനും പാടില്ല. ഇത് പറയുന്നത് പറയണം, പറയുന്നതോടൊപ്പം ആ പറയുന്ന പറച്ചല് എന്ത് വേണം? അതിന് പറയേണ്ട ശൈലി അനുസരിച്ച് പറയണം. ഉമ്മ ആദ്യമായിട്ട് പണ്ട് കാലഘട്ടത്തിലൊക്കെ ഇവിടെ പലരും ക്ലാസ് കേട്ടതിന് ശേഷം നാട്ടിൽ പോയിട്ട് ഉമ്മാനോട് ദഅവത്ത് നടത്തേണ്ട ശൈലി ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഉമ്മാനോടാണത്, കുട്ടികളോടല്ല. അപ്പോൾ ഉമ്മാനോട് സംസാരിക്കും പോലെ ഇരിക്കണം സംസാരിക്കേണ്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഓമന പേര് വിളിച്ചിട്ടാ വാപ്പയ്ക്ക് ഉപദേശം നൽകിയത്. അതുപോലെ ഉമ്മയാണ്, എത്രയാണെങ്കിലും ഉമ്മയാണ്. ഇന്നലെ രാത്രിയത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതുപോലെ മസ്ജിദ് ദാറുൽ ഹദീസിൽ വെച്ചിട്ട് ഇവൻ നടത്തിയ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടല്ലോ. എന്ത് ഉമ്മ കാഫിറാണെങ്കിൽ വരെ അസ്മ ചോദിച്ചു, റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി അസ്മ, എന്റെ ഉമ്മ ഇപ്പോൾ ഹുദൈബിയ സന്ധി നടന്നതിന്റെ ശേഷമാണ് ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടി വരികയാണ്. എന്ത് വേണം? അവൾ അല്ലെങ്കിൽ അവൻ സത്യനിഷേധിയാണ്, അവർ ശിർക്ക് ചെയ്യുന്ന ആളാണ്, അവര് ഈ മതം ഉൾക്കൊള്ളാത്ത ആളാണ്. അതുകൊണ്ട് എന്ത് വേണം? റസൂലുള്ളാഹി പറഞ്ഞു, അവർക്ക് നിങ്ങൾ ചാർച്ചബന്ധം ചേർക്കുക, നല്ല രീതിയിൽ പെരുമാറുക, നല്ല സമീപനം ഉണ്ടാവുക. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ആ ചരിത്രം റസൂലുള്ളാഹിക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത് താഹ സൂറത്തിലൂടെ എന്തിനു വേണ്ടിയാണ്? അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ദഅവത്ത് മേഖലയിൽ ഉണ്ടാവുന്നതായ പ്രയാസങ്ങളെ നീ ദൂരപ്പെടുത്തണമേ രക്ഷിതാവേ. ഞാൻ ജനങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ എന്റെ നാവിലുണ്ടാവുന്നതായ ഉണ്ടെങ്കിൽ ഭാഷാ ശൈലിയിൽ നല്ല സംസാരിക്കാൻ, നല്ല രീതിയിൽ സംസാരിക്കാൻ. അപ്പോൾ ദഅവത്ത് മേഖലയിൽ പ്രത്യേകിച്ച് ആ ദഅവത്ത് നടത്തുന്നത് പ്രസംഗമാണെങ്കിൽ, ഖുതുബയാണെങ്കിൽ നല്ല വാചാലതയിൽ കൂടി പ്രസംഗിക്കാൻ അറിയുന്നവരെ നാം വാർത്തെടുക്കണം നമ്മുടെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് പ്രബോധകന്മാരുടെ കൂട്ടത്തിൽ എന്നതുകൂടി അതിൽ നിന്ന് സൂചന ലഭിക്കുന്നു. ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത വാക്ക് കസർത്ത് നടത്തിയിട്ട് പ്രയോജനമില്ല. ഞാൻ ഇവിടെ പറയാറുണ്ടല്ലോ, പണ്ടൊക്കെ എന്ത് ഒരാള് വന്ന് പറയാണ്, നല്ല പൊടി പാറിയ പ്രസംഗം. ആരുടെ? ആ പ്രാസംഗികന്റെ. എന്നിട്ടോ എന്താ മൂപ്പര് പറഞ്ഞത് മനസ്സിലായിട്ടില്ല. കേട്ടിട്ട് പ്രസംഗം കേട്ടിട്ട് എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. പിന്നെ എന്നോട് പൊടി മാറിയത് നീ മനസ്സിലാക്കില്ല. എന്തേ? മനസ്സിലാക്കാൻ പറ്റുന്ന പദമല്ല ഉപയോഗിക്കുന്നത്. എത്ര കണ്ട് കഴിവിന്റെ പരമാവധി ആ നമ്മുടെ നാട്ടിലുള്ള സംസ്കൃതി എന്ന ഭാഷയിലുള്ള പദങ്ങൾ കയറ്റി വെക്കാൻ പറ്റുന്ന അത്ര കയറ്റി വെക്കാം. എന്നിട്ടോ ലേഖനം വായിച്ചാലും മനസ്സിലാവൂല, മെരുന്നിന്റെ പേരാണ്, എന്തായി പറയുന്നത് മനസ്സിലാവൂല. ആ രൂപത്തിൽ ദഅവത്ത് പറ്റൂല. അത് ചില വിഭാഗത്തിന്റെ ശൈലിയാണ്. എന്ത്? ദഅവത്ത് നടത്തുമ്പോൾ നല്ല വാചാലത ഉണ്ടാവുക എന്നുള്ളത്. അതല്ല, വാചാലതയല്ല പ്രശ്നം. ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ നീ പറയുന്നത്. അപ്പോൾ ജനങ്ങളെ മനസ്സിലാക്കുന്ന രൂപത്തിൽ, അവർ മനസ്സിലാക്കുന്ന രൂപത്തിൽ പറയണം. എത്ര താഴാൻ പറ്റുന്ന അത്ര താഴണം. നമ്മുടെ ഭാഷയെ താഴ്ത്തണം. എന്തിനാണ്? അവർ ഉൾക്കൊള്ളാൻ വേണ്ടി, അവർ നന്നായി കിട്ടാൻ വേണ്ടി. അതാണ് പ്രാർത്ഥനാ ശൈലി. എന്ന് മാത്രമല്ല, കൂടെ ആൾക്കാർ ഉണ്ടാവാൻ നല്ലതാണ്. ഓരോ വിമാനക്കും കൂടെ ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അറബ്യ നേതാക്കളിൽപ്പെട്ടതായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി പോലുള്ളതായ മഹാ നേതാക്കളെ സ്വർഗ്ഗത്തിൽ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടാൻ അർഹപ്പെട്ട ആളായി മാറിയവരെ അല്ലാഹു സെലക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മഹാനായ ഈസാ നബി ഇസ്ലാമിന്റെ ഹവാരികളെ സെലക്ട് ചെയ്തിരുന്നു. അതുപോലെ ഓരോ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് മുഅ്മിനീങ്ങളെ അല്ലാഹു സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളതായ ആ ആൾക്കാർ എനക്കും വേണമെന്ന് മഹാനായ മൂസ ആവശ്യപ്പെട്ടു. ആ ആളെ തന്നെ വേറെ എണ്ണി പറയാണ്. ആരാണ്? എനിക്ക് വിശ്വാസയോഗ്യവാനായ. നാം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി, ആ ബിസിനസ് വിജയിക്കണമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ
ആ ബിസിനസ്, ആ വ്യാപാരം, ആ ദഅവത്ത്, ആ ചുറ്റുപാട്, ആ അന്തരീക്ഷം വിജയപ്രദമാക്കി മാറ്റാൻ അർഹപ്പെട്ട ആത്മാർത്ഥതയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. സ്വന്തം കുടുംബത്തായിരുന്നാലും വിരോധം ആയിരുന്നാലും ശരി. മനസ്സിലായോ? ടൈമില്ല ഫിഖ് പറയാം. ഇത് നാം സെലക്ട് ചെയ്യുമ്പോൾ നാം ഇന്ന് ഉദ്യോഗസ്ഥരെ കുറ്റം പറയരുത്. കണ്ടില്ല, അയാളെ കുടുംബത്തിനെയാണ് ജോലിയിൽ കയറ്റിയത്. അയാൾ എന്തിനു കയറ്റി നോക്കണം. ചിലപ്പോൾ അയാൾ ചെയ്യുന്ന മേഖലയിൽ ആത്മാർത്ഥതയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ, അയാൾക്ക് വിശ്വാസമുള്ള ആളെ കയറ്റിയില്ലെങ്കിൽ അപകടമുണ്ടാവും എന്ന് തോന്നിയത് കൊണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വെക്കണം. അതല്ല അയാൾ ഉദ്ദേശിച്ചത്. അയാൾ കുടുംബത്തിന് മാത്രം കയറ്റലാണ് എന്നല്ലാതെ ആ ജോലിയുടെ നന്മയല്ല, അതിന്റെ മസ്ലഹത്തല്ല എന്നാണ് എങ്കിൽ അതിനോട് എതിർക്കാം, അതിനോട് പ്രതിഷേധം പ്രകടിപ്പിക്കാം. മനസ്സിലായില്ലേ? കുഴപ്പമുണ്ടാക്കരുത് കേട്ടാ. അപ്പോൾ ആളെ പേര് പറയണം, ഹാറൂന അഖി, എന്റെ സഹോദരൻ ഹാറൂനിനെ, ഉസ്തുദ് ബിഹി അസ്രി അശ്രികുഹു ഫീ അംരി, അദ്ദേഹത്തിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നതായ ഈ പ്രയാസപ്പെട്ട ഡ്യൂട്ടി ഉണ്ടല്ലോ, അതിന് എന്ത് ചെയ്യാൻ പറ്റും? മൂപ്പരെ കൂട്ടാക്കാൻ പറ്റും. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഈ പ്രബോധനം ഏറ്റെടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചു കൊടുക്കുക. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തികൾ കാണുന്ന കേൾക്കുന്ന റബ്ബ് നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം തരാതെ വെറുതാവിൽ നമ്മ മടക്കി കളയുന്നതല്ല. സത്യവിശ്വാസിയുടെ പ്രാർത്ഥന എന്നത് നാം പഠിച്ച് മനഃപ്പാഠമാക്കി വെച്ച കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടൂല എന്നതുകൊണ്ടാണ്. മറുപടി കിട്ടണമെങ്കിൽ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമായിരിക്കണം, എന്നാലേ മറുപടി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുക തന്നെയില്ല. ഇനി കേട്ടാൽ തന്നെ മസ്തജാബുലക്കും. എങ്ങനെയാ? ഒരുപക്ഷെ മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ചു, മലക്കുകൾ നമ്മുടെ ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൂടെയുള്ള മലക്കുകളാകുമ്പോൾ അല്ലേ, നാം ചെയ്യുന്നത് മുഴുവൻ കാണുന്ന, അറിയുന്ന, എഴുതുന്നവരല്ലേ അവർ. അപ്പോൾ റഹീബാക്കിയതൊക്കെ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂലേ? കേൾക്കും. പക്ഷേ മസ്തജാബുലക്കും, കേട്ടാലും അവര് നിങ്ങൾക്ക് മറുപടി നൽകാൻ ഞാൻ അധികാരം നൽകിയിട്ടില്ല. അതുകൊണ്ട് മറുപടി നൽകുന്ന ആൾ ഞാനാണ്, അവരല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? പച്ച അറബിയിൽ അല്ലാഹു പറഞ്ഞത്, നാം പറയാൻ പച്ച മലയാളത്തിൽ നിന്ന്. അതുകൊണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗം അല്ലാഹു അല്ലാത്ത കക്ഷിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെയോ അല്ലെങ്കിൽ ജിന്നുകളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ വ്യക്തികളെയോ ആണെങ്കിൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചോ അവർ നേതാക്കളാണെങ്കിൽ, അവർ ചേതാക്കളാണെങ്കിൽ, അവർ ഈസ നബിയെ പോലത്തവരാണെങ്കിൽ, അവർ മനുഷ്യനെ പോലത്തവരാണെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും? നിങ്ങളിട്ട് കൂർമാറും. ഞങ്ങളത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ എന്നോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, നിന്നോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. അവരങ്ങനെ കാട്ടിയിട്ടുണ്ടെങ്കിൽ അവർ മഹാപാപമാണ് ചെയ്തത്, അവരെ പിടിച്ചോ, അവരെ ശിക്ഷിച്ചോ, ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് അവർ കൂർമാറും എന്ന് ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഈ യാഥാർത്ഥ്യം, ഈ രഹസ്യം, ഈ വരാൻ പോകുന്ന വാർത്ത കൃത്യമായി ക്ലിയറായി അല്ലാഹു പറയുമ്പോൾ നിങ്ങൾക്ക് ആരാ പറഞ്ഞുതരാ? അല്ലാഹുക്കല്ലേ അറിയുള്ളൂ സംഭവം. ഇവരൊക്കെ കൂറുമാറുന്ന കാര്യം. അതുകൊണ്ട് അല്ലാഹുവാണ് നിങ്ങളോട് പറയുന്നത്, എന്നോടല്ലാതെ പ്രാർത്ഥന പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നമ്മളോട്, മൂസ നബി അലൈഹിസ്സലാം തൂറിൽ വെച്ചിട്ട്, തൂരിസീനയിൽ വെച്ചിട്ട് അല്ലാഹുവോട് ആവശ്യമായ കാര്യങ്ങൾ ദഅവത്തിന്റെ വിജയത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ മറുപടി കേൾക്കുക. ഖാല, അല്ലാഹു പറയുന്നു, ഖദ് ഊതീത സുഅലക യാ മൂസ, നിങ്ങൾ ചോദിച്ച സർവ്വതും നിങ്ങൾക്ക് ഇതാ ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചോദിച്ച സർവ്വതും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുത്താനും നിങ്ങളുടെ വഴി ക്ലിയർ ആക്കി തരുവാനും നിങ്ങളുടെ കൂടെ സഹായിയായിട്ട് വസീറായിട്ട് ഹാറൂനെ ഞാനിതാ ഹാറൂൻ അലൈഹിസ്സലാമിനെ നബിയായി സെലക്ട് ചെയ്ത് തരുകയും ചെയ്തു എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു പിന്നെ മൂസ നബി അലൈഹിസ്സലാമിന് നൽകിയതായ അനുഗ്രഹങ്ങളൊക്കെ എണ്ണി പറഞ്ഞതിന് ശേഷമാണ് പിന്നെ മൂസ നബി അലൈഹിസ്സലാം സംഭവിക്കുന്നത്. അവിടെ ഈ ദഅവത്തുമായി ഫറോവയുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. ഫറോവയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നീട്ടി വലിച്ച് പറയുന്ന കാര്യമാണ്. നമ്മുടെ ടൈം നമുക്ക് വിശദീകരിച്ച് പറയാൻ സഹായിക്കുന്നില്ല എങ്കിലും വളരെ ഷോർട്ടായിട്ട് അവിടെ ആ പ്രഖ്യാപനം നൽകിയപ്പോൾ ഫറോവ ഞെട്ടി.
എന്താണ് പറയുന്നത്? ഈ ഞാൻ വളർത്തിയ എൻ്റെ കൊട്ടാരത്തിൽ വളർന്ന ഈ മൂസയോ എന്നോട് ഞാൻ പറയുന്ന തത്വത്തിന് വിപരീതം പ്രഖ്യാപിക്കുന്നതും ഞാൻ ഈ ഉൾക്കൊള്ളുന്നതായ രാഷ്ട്രത്തെ, ഈ നാടിനെ തകർത്തി അതിന്റെ നേതൃത്വമായി മാറാനുള്ളതായ പരിശ്രമമാണെന്ന് മൂപ്പർക്ക് പെട്ടെന്ന് തോന്നി. ഈ നേതാക്കൾക്ക് അതാണല്ലോ പെട്ടെന്ന് തോന്നുക. പലപ്പോഴും ഭൗതിക നേതാക്കളാണെങ്കിൽ കുസ്തി പ്രേമമാണ് അവർക്ക് മുഖ്യം. അതുകൊണ്ട് ഫറോവയ്ക്ക് മൂസ നബി അലൈഹിസ്സലാം കൊണ്ടുവന്നതായ തെളിവുകൾ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവിടെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വടിയെറിഞ്ഞ കഥയാണ് പിന്നെ അള്ളാഹു പറയുന്നത്. ആ വടിയെറിഞ്ഞപ്പോൾ വടി പാമ്പായ കഥ. ആ സന്ദർഭത്തിൽ ഫറോവ ഇത് മാരണമാണ്, ഇത് സിഹറാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ വഞ്ചിതരായി പോകരുത് എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നാം അന്ന് അള്ളാഹുവിന്റെ ശൈലിയിൽപ്പെട്ടതാണ്. ഏത് കാലഘട്ടത്തിലും നബിമാർക്ക് മുഅ്ജിസത്ത് നൽകുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ നാട്ടുകാരുടെ ഇടയിൽ പ്രശസ്തി നേടിയതായ കാര്യങ്ങളെ പരാജയപ്പെടുത്തുന്ന കഴിവാണ് കൊടുക്കുക. ഉദാഹരണത്തിന് ഈസ നബി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ പ്രസവ കുരുട് മാറ്റാൻ വൈദ്യന്മാർക്ക് സാധിച്ചില്ല, വെള്ളപ്പാട് രോഗം മാറ്റാൻ വൈദ്യന്മാർക്ക് സാധിച്ചില്ല. അങ്ങനെ പല ചികിത്സകൾ അതിൽ പേരെടുത്ത ആൾക്കാരായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചത്. ഈസ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കഴിവുകൾ നൽകിയിട്ട് അതിനെ മികച്ചു നിൽക്കുന്ന മുഅ്ജിസത്താക്കി മാറ്റി. അവരുടെ മുഅ്ജിസത്ത് അള്ളാഹു റസൂലൂടെ വരുമ്പോൾ സാഹിത്യത്തിൽ ഇങ്ങനെ ലോകം ഞെട്ടുന്ന രൂപത്തിൽ കള്ളു കുടിച്ച് കവിത പാടിയാൽ തെറ്റൂല, ആ രൂപത്തിൽ കവിത പാടുന്നതായ ശാസ്ത്രത്തിൽ അറബി ഭാഷയിൽ ഉത്തുകുശുദ്ധത്തിലേക്ക് എത്തിയതായ അവരുടെ അശ്ലീല പദ്യങ്ങൾ വരേക്കും കഅബയിൽ കെട്ടിത്തൂക്കി അഭിമാനിക്കുന്നതായ വിഭാഗം ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഉമർ കൊല്ലണമെന്ന് തീരുമാനിച്ചു. മക്കായി മുമ്പ് പറയാണ് ആരെ? മുഹമ്മദിനെ. ഇതും പറഞ്ഞു നടന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് മുഹമ്മദിനെ കൊല്ലലല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ കൊല്ലാൻ വേണ്ടി പോയി. അങ്ങനെ പോയപ്പോൾ അവിടെയുള്ള മക്കയിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്ലാം മതം ഉൾക്കൊണ്ടതായ ആ ഉമറിന്റെ മകൾ ഫാത്തിമ ബിൻതുൽ ഖത്താബ് ഓതാണ്. ആരാ ഓതി കൊടുക്കുന്നത്? മഹാനായ ഖബ്ബാബ് അല്ലേ ഓതി കൊടുക്കണം. മനസ്സിലായില്ലേ? ഇത് കണ്ടപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഉമറിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഉമർ മഹാശക്തനാണ്, അത് ഉൾക്കൊള്ളാൻ പറ്റിയ എന്റെ മകൾ മുസ്ലിമത്താവാനോ ഉടനെ തന്നെ അവിടെ കടന്നു ചെന്നു. അവരെ ശിക്ഷിച്ചു, അവരെ നിലംപതിപ്പിച്ച ശേഷം അവർക്ക് വിഷമം വന്നതുപോലെ ചോദിച്ചു, എന്തായിരുന്നു നിങ്ങൾ വായിച്ചത്? പലക കിട്ടി, പലകയിലാണല്ലോ അന്ന് എഴുതുന്നത്, പലക കിട്ടി വായിച്ചു നോക്കിയപ്പോൾ ഇത് മുമ്പൊക്കെ ഇങ്ങനെ റസൂലിനെ കുറിച്ച് പലതും കേൾക്കുമെന്നല്ലാതെ നേർക്ക് നേരെ ഖുർആൻ ഉമർ കേട്ടിട്ടില്ല. മത്സരബുദ്ധിയിലാണ് ജീവിച്ചത്. ഈ മത്സരബുദ്ധി കാരണത്താൽ പലപ്പോഴും പലരും സത്യം ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരാറില്ല. മത്സരബുദ്ധി കാരണത്താൽ പലരും എന്താണ് ഈ കൂട്ടര് പറയുന്നത് തന്നെ എന്ന് ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. അതുകൊണ്ട് മത്സരബുദ്ധി ഉള്ളവർ ആ രൂപത്തിൽ തന്നെ ജീവിച്ച് മരിച്ചു പോവുകയാണെങ്കിൽ അവർ അപകടത്തിൽ പെടും. അതുകൊണ്ട് മത്സരബുദ്ധി ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ സത്യം ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന് ഖുർആനിൽ ദശക്കണക്കിൽ പ്രാവശ്യം അള്ളാഹ് മടക്കി പറഞ്ഞിട്ടുമുണ്ട്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് മത്സരബുദ്ധി ഒഴിവാക്കി നിഷ്പക്ഷബുദ്ധി കൊണ്ട് ചിന്തിക്കുക. നിഷ്പക്ഷബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇത് അറബികൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനൊക്കെ സാഹിത്യ ശൈലിയിൽ എല്ലാം പറയാൻ എഴുതാൻ വായിക്കാൻ അറിയുന്ന ആളാണ്. ഉമർ വായിക്കുന്ന ആളാണ്, എഴുതുന്ന ആളാണ്, സാഹിത്യകാരാണ്. ഉമറിനറിയാം. ഇത് ഞാൻ സാധാരണ കേൾക്കാറുള്ളതായ അബ്ദുൽ ഫൈസിന്റെയും മറ്റു നാം പറയാറുള്ളതായ ഈ മല്ലഖാത്തിസ്തമേലൊക്കെ കെട്ടിത്തൂക്കിയ ആ പദ്യവുമായിട്ട് കൂട്ടിച്ചേർക്കാനോ താരതമ്യപ്പെടുത്താനോ അടുപ്പിക്കാനോ പറ്റില്ലല്ലോ. അത്രയും ഉയർന്ന സ്റ്റേഡിലുള്ള പദങ്ങളാണ്. അതുകൊണ്ട് ഇത് മനുഷ്യൻ പറയുന്നതല്ല. ഉടനെ തന്നെ ലംഘാൻ തുടങ്ങിയ ഹൃദയം, പ്രകാശിക്കാൻ തുടങ്ങിയ ഹൃദയം. അങ്ങനെ പരിവർത്തനം ഉണ്ടായത് ആർക്ക്? മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്. എന്തിലൂടെയായിരുന്നു? ചരിത്രം പറയുന്നത് ഈ സൂറത്തിന്റെ തുടക്കം അതിന്റെ ആദ്യ ഭാഗത്തിലൂടെയായിരുന്നു. കാരണം ഈ സൂറത്ത് മക്കയിലാണ് ഇറങ്ങിയതുകൊണ്ട് എന്നത് തന്നെ.
ഇത് ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയിലൂടെ മഹാനായ റസൂലുള്ളാഹിക്ക് ഇറക്കിക്കൊടുത്ത് നമ്മെയും മഹാനായ റസൂലുള്ളാഹിയെയും സമാധാനിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ദായികൾ ദഅവത്തുമായി രംഗത്തിറങ്ങുമ്പോൾ അവർ അതിന് ഒരുങ്ങിയവരായിരിക്കണം, അതിന് തയ്യാറെടുത്തവരായിരിക്കണം. തയ്യാറെടുത്ത് ഒരുങ്ങിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നിങ്ങൾ ഇവൻ വലിയ ആലിമായതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ വരണമെന്ന് പുതിയല്ല, മറിച്ച് നിങ്ങൾ ഇങ്ങനെയുള്ള ദഅവത്തിലുള്ള മേഖല, കേരളത്തിൽ കിട്ടാൻ പോകുന്ന മേഖല, അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുക എന്നതൊരു മഹാഭാഗ്യമാണ്. ഇത് നിങ്ങൾ പഠിക്കുന്ന പഠനത്തോടു കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ പഠനം ഒരു പക്ഷേ ആത്മാർത്ഥത കുറയാൻ സാധ്യതയുണ്ട്. കാരണം അതിന്റെ പിന്നിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ എന്തില്ല? ഈ ക്ലാസ്സിലാവട്ടെ, ഹറമിലുള്ള ക്ലാസ്സിലാവട്ടെ, സർട്ടിഫിക്കറ്റ് പിന്നിലില്ല. അതുകൊണ്ട് അതിൽ എന്ത് വരും? ആത്മാർത്ഥത കൂടുതൽ വരും. ആത്മാർത്ഥത എത്ര കണ്ട് നമ്മുടെ പ്രബോധന രീതിയിൽ, നമ്മുടെ വിജ്ഞാനത്തിൽ, നമ്മുടെ പഠന മേഖലയിൽ വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് അത് ഹൃദയത്തിൽ അലതല്ലുന്നു, അത് ഹൃദയത്തിൽ തറക്കുന്നു, അത് ഹൃദയത്തിൽ വേറൂതി പിടിക്കുന്നു. അതാണ് യാഥാർത്ഥ്യമെന്ന് ഞാൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നടത്താൻ വേണ്ടി വന്ന വിദ്യാർത്ഥികളോട് പറയാറുണ്ട്. പണ്ട് തന്നെ പറയാറുണ്ട്, ഇപ്പോഴുള്ളവരോട് മാത്രം പറയുന്നതല്ല. എന്തിനു വേണ്ടിയാണ്? അവര് മഹാനായ മൂസ ഒരുക്കിയതുപോലെ, മഹാനായ റസൂലുള്ളാഹി ഒരുക്കിയതുപോലെ ആ ദഅവത്ത് നടത്താൻ വേണ്ടി പോകുന്നവർക്ക് ഇന്നത്തെ യുഗത്തിൽ പ്രത്യേകിച്ച് പല പ്രശ്നങ്ങൾ, പണ്ടില്ലാത്ത പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ലോകം മുഴുവനും അമുസ്ലിങ്ങൾ അടക്കം ആർക്കെതിരെ? സത്യം പറയുന്നവർക്കെതിരെ. മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം അള്ളാഹു വല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. മക്ക മദീന ഇമാം ഉണർത്തിയതുപോലെ ഞാൻ പറയല്ല. മദീന ഇമാം ഇന്ന് ഷെയ്ഖ് ഹുസൈൻ ആല ഷെയ്ഖ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഊന്നി പറഞ്ഞു, എന്ത് ലോകത്തിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരായി മാറിയത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ശത്രുക്കൾ സുപ്രയിലുള്ള ഭക്ഷണത്തെ ഓഹരി വെച്ച് തിന്നുന്നത് പോലെ ശത്രുക്കൾ നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ അന്തസ്സുകളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ സമ്പത്തുകളെ, നമ്മുടെ രാഷ്ട്രങ്ങളെ, നമ്മുടെ നാടുകളെ എല്ലാം ഛിന്ന ഭിന്നമാക്കി ഓഹരി വെച്ച് നാം പരസ്പരം അങ്ങും ഇങ്ങും പോരാടുന്നവരാക്കി മാറ്റുന്ന ശൈലിയായി മാറിപ്പോയത് എന്ന് മദീന ഇമാം ഉണർത്തിയ ഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട പല പോയിന്റുകളിലേക്ക് ഇന്ന് മദീന ഇമാമും നമ്മെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഇവിടെ ഇസ്തിഅ്മാർ എന്ന, ഞാൻ എന്റെ ശൈലിയിൽ പറയാറുണ്ട്, അത് വളരെ ശ്രദ്ധിക്കുക. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കയെ, ഈ മദീനയെ, ഈ ജസീറയെ സംരക്ഷിക്കാൻ പണ്ട് വഹി ഇറങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് വരെ തീരുമാനിച്ചതാണ്. ഖിയാമത്ത് നാൾ വരെ തീരുമാനിച്ചതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് പണ്ട് പോർച്ചുഗീസുകാർ വലിയ ശക്തന്മാരായ കാലഘട്ടത്തിൽ, ജർമ്മൻകാർ ശക്തന്മാരായ കാലഘട്ടത്തിൽ, യൂറോപ്പികൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ശക്തിയുള്ള ആളാണെന്ന് വാദിക്കുന്ന കാലഘട്ടങ്ങളിൽ അമേരിക്ക ഉണ്ടായിട്ടില്ല. പണ്ട് പിന്നെയാണല്ലോ അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടത്. ഏതായാലും ഈ പറയപ്പെട്ട രാഷ്ട്രങ്ങളിൽ നിന്നിട്ട് പല രാഷ്ട്രങ്ങളും, ഇന്ത്യ അടക്കം, ഇന്ത്യയിൽ 200ഓളം കൊല്ലം ഇന്ത്യ ഏകദേശം അവരുടെ കയ്യിലായിരുന്നു, ബ്രിട്ടീഷിന്റെ കയ്യിലായിരുന്നു. അതുപോലെ പോർച്ചുഗീസിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. ആദ്യം പോർച്ചുഗീസാണ് നടത്തുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ഇതെല്ലാം മദീന ഇമാം പറയാണ്, ഇതെല്ലാം സംഭവിച്ചതായ സംഭവങ്ങളിൽ ഇസ്തിഅ്മാർ എന്ന പേരിൽ പറയുന്നതായ ആ പ്രവർത്തനം, ആ പരിശ്രമം, അതെന്തായിരുന്നു? അത് യഥാർത്ഥത്തിൽ ഇസ്തിഅ്മാർ അല്ല. എന്താ ഇസ്തിഅ്മാറിന്റെ അർത്ഥം? ഇസ്തിഅ്മാർ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിനെ പുരോഗതിയിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നതിന്റെ പേരാണ് ഇസ്തിഅ്മാർ. അത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് കൊട്ടിഘോഷിച്ചു ആര്? വന്നുകൂടിയവർ. അവര് നേരെ എതിരില്ല അവരിൽ നിന്നിട്ടുണ്ടായത്. ഇസ്തിഅ്മാറല്ല. അതെ, നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാരിലൂടെ, അത് നാം സമ്മതിക്കുന്നു. പക്ഷെ അതേ സമയത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് എന്താണ്? മുസ്ലിങ്ങൾ ധരിക്കാത്തതായ ഡ്രസ് അവരെ കൊണ്ട് ധരിപ്പിച്ചു, തിന്നാത്ത ഭക്ഷണങ്ങൾ അവരെ കൊണ്ട് തിന്നിപ്പിച്ചു, കുടിക്കാത്ത പാനീയങ്ങൾ അവരെ കൊണ്ട് കുടിപ്പിച്ചു, വലിക്കാത്ത സാധനങ്ങൾ അവരെ കൊണ്ട് വലിപ്പിച്ചു. ഇതെല്ലാം അവരിലൂടെ അവർ വന്ന ശേഷം ഉണ്ടായതാണ്. എന്ന് മാത്രമല്ല, ആണ് പെണ്ണാക്കി, പെണ്ണാണാക്കി. അവരൊക്കെ അതിനുശേഷം ഉണ്ടായതാണ്. റസൂൽ എതിർത്തു എന്നുള്ള സഹാബാക്കൾ വായിച്ചു. അങ്ങനെയും ഉണ്ടോ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഏത്? ആണ് പെണ്ണാവലും പെണ്ണാണാവലും പണ്ടങ്ങനെ തോന്നിക്കാണും. കാരണം അന്ന് അവർക്ക് ഹൃദയത്തിൽ ഉദിപ്പിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ഇന്നോ അങ്ങനെയല്ല. ആണ് പെണ്ണാവാൻ ഹോർമോണിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് പെണ്ണാവാൻ, പെണ്ണ് ആണാവാനും പരിശ്രമിക്കുന്നു. ഇതൊക്കെ അവിടുന്ന് വന്നതിൽപ്പെട്ടതാണ്. പിശാചിനെ പൂജിക്കുന്നവരുണ്ടായി, അവർക്ക് അവിടുന്ന് വന്നതിൽപ്പെട്ടതാണ്. ഇപ്പോൾ അറബികളിൽ, സൗദി അറേബ്യ അല്ലാത്ത നാടുകളിൽ പലയിടങ്ങളിൽ പിശാചിനെ പൂജിക്കുന്നവരുണ്ട്. യുവാക്കളിൽ പിശാചിനെ പൂജിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ
എല്ലാവരും ഹിദായത്തിലാക്കിയിട്ട് സന്മാനത്തിലേക്ക് നയിക്കട്ടെ. അപ്പോൾ എന്താണ് ഷോർട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്? ഇസ്തിഅ്മാർ ഇവിടെ വന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ മലയാളികൾക്ക് വേണ്ടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അതിൽ പെട്ടതാണ് എന്ത്? സൗദി അറേബ്യയെ മക്ക മദീന ഉൾക്കൊള്ളുന്ന രാഷ്ട്രത്തെ ഇസ്തിഅ്മാർ പിടികൂടിയിട്ടില്ല. അള്ളാഹ് ദൂരപ്പെടുത്തി. പരിസരങ്ങളൊക്കെ അവർ വന്നു. എന്നിട്ട് ഇവിടെ എണ്ണ എപ്പോൾ ഇവർക്ക് നൽകാൻ തീരുമാനിച്ചു, അപ്പോൾ പരിസരത്തിലുള്ള നാടുകളൊക്കെ എന്തായി? സ്വാതന്ത്ര്യമുള്ള ഉണ്ടായുള്ള നാടായി മാറി. അപ്പോൾ ഈ വന്ന രാഷ്ട്രങ്ങളൊക്കെ അതിൽ നിന്നിട്ട് വെടിഞ്ഞ് നാട്ടിലേക്ക് പോയി കഴിഞ്ഞ് എത്തിയതിനു ശേഷമാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? എണ്ണ ഉണ്ടാകുന്നത്. മുമ്പേ എണ്ണ അള്ളാഹ് കൊടുത്തിട്ടുണ്ടെങ്കിലോ അവർ പോവുകയില്ല എന്നതിന് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിനെ സംരക്ഷിച്ചത്. അങ്ങനെ സംരക്ഷിച്ച റബ്ബ് ഖിയാമത്ത് നാൾ വരെ മക്ക മദീന ഉൾക്കൊള്ളുന്ന നാട്ടിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. കഅബയെ തകർത്താൻ വേണ്ടി ഒരു വിഭാഗം ജനങ്ങൾ കഅബയിലേക്ക് വരുമ്പോൾ മരുഭൂമി പിളരും. എന്നിട്ട് അതിൽ അവർക്ക് ഖബറായി മാറുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യം റസൂൽ മുമ്പേ കാലക്കൂട്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ നാട്ടിൽ ജീവിക്കുന്ന നാം ഫലാഹിലേക്ക് എത്താൻ പരിശ്രമിക്കണമെന്നതാണ് മദീന ഇമാമൂനി പറഞ്ഞത്. ഫലാഹ് എന്ന് പറഞ്ഞാൽ വിജയം. നമ്മളോട് പറയുന്ന കൽപ്പനകളുടെ ബേക്കിലൊക്കെ ഫലാഹുണ്ട്. അത് 2-3 പോയിന്റുകൾ മാത്രം പറഞ്ഞാൽ നിർത്താണ്. സമയം 3 മിനിറ്റ് ശേഷിക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണ് ഒന്നാമത്തെ ഫലാഹ്? അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചു. സത്യവിശ്വാസികളല്ലാത്ത, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്ത, അല്ലാഹുവിനെ ആരാധിക്കാത്ത, അല്ലാഹുവിനെ നേർച്ചയാക്കാത്ത, ഇന്ന സലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നേർച്ച പരിപാടികളും എന്റെ ആരാധനകളും എന്റെ പ്രാർത്ഥനകളും റബ്ബിന് മാത്രമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, എന്റെ ലക്ഷ്യം നീ മാത്രമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമാണ് ആരാധന, നിന്നോട് മാത്രമാണ് സഹായാർത്ഥന എന്ന തത്വം സ്ഥാപിക്കുക. അതാണ് സത്യം. ആ സത്യം ഉൾക്കൊണ്ടതായ സത്യവിശ്വാസികൾക്ക് മാത്രമാണ് വിജയം. ഖുർആൻ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വതൂബൂ ഇലല്ലാഹി അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവോട് സത്യം പഠിച്ച ശേഷം തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി പരിശ്രമിക്കലോടൊപ്പം അല്ലാഹുവോട് പാശ്ചാത്തപിക്കുക. വതൂബൂ ഇലല്ലാഹി ജമീഅ, അടിമകളെ നിങ്ങൾ ആസകലം അല്ലാഹുവോട് പാശ്ചാത്തപിക്കുക, അല്ലാഹുവോട് കേണപേക്ഷിക്കുക, അല്ലാഹുവോട് കുറ്റം സമ്മതിക്കുക. എന്തിനാണ്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. മദീന ഇമാം എന്ന് വിജയികളാവേണ്ട ശൈലി എന്തൊക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ആദ്യം സൂചിപ്പിച്ചതായ ഇസ്തിഅ്മാറിന്റെ കഥ പറഞ്ഞത്. അപ്പോൾ നാം വിജയിക്കാനുള്ള റസൂലുള്ളാഹി പ്രബോധനം മക്കയിൽ ആരംഭിച്ചപ്പോൾ പറഞ്ഞ വാക്ക് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് മക്ക ഇമാമും മദീന ഇമാമും എന്ന് വിശദീകരിച്ചതായ ആ മഹാ പോയിന്റുകളൊക്കെ വളരെ വിശാലമായിട്ട് മക്ക ഇമാമ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഹിസ്റ്ററി താഹ സൂറത്ത് ഓതി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സിൽ മദീനയിൽ അച്ചടിക്കപ്പെട്ടതായ ഖുർആന്റെ പരിഭാഷ നിങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ടാവും. ആ പരിഭാഷയിലൂടെ നിങ്ങൾ താഹ സൂറത്തിൽ അല്ലാഹ് എന്ത് പറയുന്നു, എങ്ങനെയാണ് റസൂലുള്ളാഹി സമാധാനം അർപ്പിച്ചത് എന്നൊക്കെ പഠിച്ചതിന് ശേഷം നാം സ്വന്തം നമ്മുടെ ജീവിതത്തിൽ സത്യം പകർത്താൻ, സത്യം പ്രചരിപ്പിക്കാൻ, സത്യത്തിന് വേണ്ടി പോരാടാൻ, സത്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഒരുങ്ങി തയ്യാറെടുത്ത് അല്ലാഹുവോട് കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ച് റബ്ബേ സത്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സത്യത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി നൽകണേ നാഥ. وآخر دعوانا أن الحمد لله رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أراد الإسلام والمسلمين അത് എല്ലാവർക്കും അറിയുന്ന വാർത്തയാണ്. നമ്മുടെ സഹോദരനായ റിയാദിൽ വെച്ചിട്ട് മുസ്ലിം ആവാൻ ഭാഗ്യം കിട്ടിയതായ നമ്മുടെ ഇസ്ലാമിൽ സഹോദരനായ ഫൈസൽ എന്ന സുഹൃത്ത് നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെട്ട വാർത്ത. അതൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തനല്ല. മുസ്ലിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ പണ്ട് തന്നെ കേട്ട് പരിചയമുള്ളവരും അവരെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചാലും ജീവിച്ചവരാണ് എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തിലൂടെ സമാധാനമുള്ളതായ ഭാഗമാണ്. അവർക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരനായ ഫൈസലിനെ നീ പുറത്തു കൊടുക്കണേ നാഥ.
അവരുടെ അവരുടെ സ്വർഗത്തുപ്പാക്കി മാറ്റണേ നാഥ. അവരോടൊപ്പം ഞങ്ങളെയും സ്വർഗത്തിൽ ഒഴിച്ചു കൂട്ടണ നാഥ. അവരുടെ ശേഷമുള്ളതായ കുടുംബത്തെയും അവരുടെ ബേക്കിൽ അണിനിറന്നുകൊണ്ട് മുസ്ലിമായവർക്കും ഇസ്ലാമിൽ മരണം വരെ അടിയുറച്ച് ജീവിക്കാനുള്ളതായ ത്രാണവും എല്ലാ കഴിവും നീ അവർക്ക് നൽകണേ രക്ഷിതാവേ, നൽകണേ രക്ഷിതാവേ, നൽകണേ രക്ഷിതാവേ. അവരോടും അവരെ പോലെ ഇസ്ലാമിൽ പുതുതായി വരുന്നതായ പുതു മുസ്ലിങ്ങളായ സുഹൃത്തുക്കളോടുമെല്ലാം ഇടകലർന്ന് അവരോട് അവർക്കുള്ളതായ സർവ സഹകരണങ്ങൾ ചെയ്ത് അവരോട് കൂടി ജീവിക്കാനുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും ചെങ്കൂറ്റവും മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിത്തരണ രക്ഷിതാവേ. തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് ഞങ്ങൾക്കും അവരെ പോലെ മരിക്കാനുള്ളതായ ഭാഗ്യം നൽകണേ നാഥ, നൽകണേ നാഥ. ഞങ്ങൾ വിട്ട് മരണപ്പെട്ടവർക്ക് നീ പൊറുപ്പ് കൊടുക്കണേ രക്ഷിതാവേ. അവരോടൊപ്പം ഞങ്ങളെ സൗഹൃദത്തിൽ ഒരുമിച്ച് കൂട്ടണേ രക്ഷിതാവേ. ഞങ്ങൾ നിട്ട് രോഗത്തെ സുഖപ്പെടുത്തണ രക്ഷിതാവേ. ഞങ്ങൾ നിട്ട് പുണ്യഭൂമിയിലേക്ക് സന്ദർശനത്തിന് വേണ്ടി വന്നതായ സഹോദര സഹോദരിമാർക്ക് ഈ നാട്ടിൽ നിന്നിട്ട് വിടവാങ്ങുമ്പോൾ അന്നുമ്മ പ്രസവിച്ച മക്കളെ പോലെ തൗഹീദുമായി ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങാനുള്ളതായ മഹാഭാഗ്യം നൽകണേ രക്ഷിതാവേ. അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന യാ റബ്ബൽ ആലമീൻ വഅദില്ല الشرك والمشركين يا رب العالمين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة بلاد الحرمين وأراد جنود بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدميره يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഇവിടെ ആഴ്ചതോറും നടക്കാറുള്ളത് പോലെ സമ്മാന ഇവിടെ